സിവിൽ കഴിഞ്ഞു, ഇനി ഒരു സർക്കാർ ഉദ്യോഗം വേണം. അതൊരു ഓവർസിയർ ആയിട്ടായാലോ? ആർക്കാ താല്പര്യമില്ലാത്ത? ITI കഴിഞ്ഞ ആളുകൾ, എന്തിന് ഡിപ്ലോമയും ബിടെക്കും കഴിഞ്ഞവർ വരെ എളുപ്പത്തിൽ ജോലി സമ്പാദിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഓവർസിയറിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ITI ലെവൽ, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ട്രേഡ്സ്മാൻ, ട്രേസർ, വർക്ക് സൂപ്രണ്ടൻറ്റ് തുടങ്ങിയിട്ടുള്ള തസ്തികകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവുന്നതും ITI ലെവലിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറ്റവും ആദ്യം ഒരു ലക്ഷ്യമാണ് ITI ലെവലിൽ ഒരു ജോലി നേടുക എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് എളുപ്പമാണോ? പലരും പറഞ്ഞ് നെഗറ്റീവ് പറയാറുണ്ട്, അതൊന്നും എളുപ്പമൊന്നുമല്ല. പക്ഷെ ഞാൻ പറയും എളുപ്പമൊന്നുമല്ല, പക്ഷേ പ്രതീക്ഷയുണ്ട്. നല്ലവണ്ണം പഠിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എത്തിപ്പിടിക്കാവുന്ന തസ്തിക തന്നെയാണിത്. ഇവിടെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം പലരും എക്സാം അടുത്തെത്തുമ്പോൾ മാത്രം പഠിക്കാൻ തുടങ്ങുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അത് എളുപ്പമല്ല. അപ്പോൾ തുറന്നു പറയാലോ, ഒരു ദീർഘകാല പഠനത്തിന് തയ്യാറാണെന്നുണ്ട് എങ്കിൽ എന്നോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം. അതും ലൈവായിട്ട് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ഒന്നിച്ച് പഠിക്കാനുള്ള ഒരു കോഴ്സ് ഈ മാർച്ച് മാസം 16-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. രാത്രിയിലായിരിക്കും ക്ലാസ്. നിങ്ങളുടെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് രാത്രി പ്രൈം ടൈമിൽ 7:30 നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ക്ലാസ്സിലിരുന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കടക്കാം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് രാത്രി 7:30 അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രൈം ടൈമിലാണ് എന്നുള്ളതാണ്. ശരിക്കും സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ലെവലിൽ എന്തൊക്കെയാണോ നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് അതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും, ഉറപ്പ്. അതുപോലെ തന്നെ നമുക്കറിയാം ITI ലെവൽ എന്ന് പറയുമ്പോൾ നിമി ബേസ്ഡാണ് കൂടുതൽ വരിക. അപ്പോൾ അതുകൊണ്ട് നിമി മാത്രം പഠിച്ചാൽ പോരാ, എങ്കിലും മെയിനായിട്ട് നമ്മൾ നിമിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഈ ക്ലാസ്സുകളിൽ പഠിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ എക്സാമുകൾ എഴുതാൻ ചോദിച്ചാൽ ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് മാത്രമൊന്നുമല്ല, ട്രേഡ്സ്മാൻ, ട്രേസർ, വർക്ക് സൂപ്രണ്ടൻറ്റ് പോലെയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് കഴിയും. അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ 16-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ സബ്ജക്റ്റ് ആദ്യം നമ്മൾ ഹൈഡ്രോളിക്സ് ആണ് തുടങ്ങുന്നത്. ഹൈഡ്രോളിക്സ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് ആകുമ്പോൾ വീണ്ടും നമ്മൾ അഡ്മിഷൻ എടുക്കും, 2ാമത്തെ ബാച്ച്. അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് വരുമ്പോൾ 3ാമത് ബാച്ച് നമ്മൾ തുടങ്ങും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഏകദേശം 1 വർഷം മുതൽ 1.5 വർഷത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പറഞ്ഞു ഏതെല്ലാം എക്സാമുകളാണ് നമുക്ക് എഴുതാൻ പറ്റുക. സാധാരണ നമുക്ക് ഒരുപാട് തടസ്സങ്ങളാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കും, കുറേ ക്ലാസ് കാണും, നോട്ട് എഴുതിയെടുക്കും. പലരും പഠിക്കില്ല, പ്രാക്ടീസ് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കില്ല, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കില്ല, തെറ്റിയ ചോദ്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നടത്തില്ല. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ലക്ഷ്യത്തിലെത്തുന്നതിന് നമുക്ക് തടസ്സമായിട്ട് വരുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കണോ? എന്നോടൊപ്പം പഠിക്കാം തീർച്ചയായിട്ടും. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല റാങ്ക് ഹോൾഡേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. റാങ്ക് 1-2 റാങ്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ല കേട്ടോ എൻ്റെ അർത്ഥം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് സ്ഥാനങ്ങളിൽ ഇടം പിടിക്കണം, ജോലി കിട്ടണം. ആ ഒരു ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് നമ്മൾ നിമി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. വളരെ അച്ചടക്കത്തോടു കൂടെ മൺഡേ ടു ഫ്രൈഡേ ഡെയിലി ലൈവ് ക്ലാസ് 7:30. ആ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കും. അത്രയും അടുപ്പം ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ സജീവമായിട്ട് ഇടപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും അത്രയും പരിചയത്തിൽ പേരെടുത്ത് വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ആ ക്ലാസ് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ, അതായത് പഠിക്കുക എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, എങ്ങനെ പഠിക്കണം, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അതിന് വേണ്ട നല്ല ഹാബിറ്റുകൾ ഞാൻ ഉണ്ടാക്കി തരാം. ധൈര്യമായിട്ട് പോരെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഉണ്ടാവും. അതിന് ഡെയിലി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു സംശയം വേണ്ട. ക്ലാസ് തുടങ്ങുമ്പോഴോ അതിൻ്റെ ഇടയിലോ അവസാനത്തിലോ ചോദ്യങ്ങൾ ചോദിക്കും. ക്ലാസ്സിൽ തന്നെ ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും അതവരെടുത്ത ഭാഗങ്ങൾ വീക്ക്ലി എക്സാം നടത്തും. എല്ലാ മാസവും മന്ത്ലി എക്സാം നടത്തും.
നിങ്ങളെ പഠിപ്പിച്ചേ മുന്നോട്ട് പോവുള്ളൂ. മടി പിടിച്ചിരിക്കാനും ഉഴപ്പാനും വേണ്ടിയിട്ട് ആരും വരണ്ട. കൃത്യമായി അതാത് ദിവസം പഠിച്ചു പോകാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ. ഈ 16-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കേണ്ടത്. രാത്രിയാണ്, 7:30 പ്രൈം ടൈമാണ്. അതുകൊണ്ട് തന്നെ ജോലിയോ അങ്ങനെ പോകുന്ന ആളുകൾക്കൊന്നും ഒരു തടസ്സമല്ല. മറ്റുള്ള പണികളൊക്കെ മാറ്റി വയ്ക്കുക. 7:30 മുതൽ ഇരിക്കുക. എപ്പോഴും അവസാനിക്കുകയെന്ന് ഞാൻ പറയില്ല, മിനിമം 1 മണിക്കൂറെങ്കിലും ഉണ്ടാവും. മിക്കതും അതിനേക്കാളും കൂടും. ചോദ്യങ്ങളൊക്കെ ചോദിച്ചും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ, സംശയങ്ങളൊക്കെ തീർത്ത് വരുമ്പോൾ എൻജോയ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുക. അവിടെ മടി പിടിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. അതുപോലെ തന്നെ 7:30 നമ്മൾ പറഞ്ഞു, മൺഡേ ടു ഫ്രൈഡേ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ കൺസെപ്റ്റൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരും. അതിൻ്റെ ഓരോ ഭാഗവും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ഡിജിറ്റൽ നോട്ട്സ് നിങ്ങൾക്ക് തരും. ഓരോ ടോപ്പിക് എടുത്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഡിജിറ്റൽ നോട്ട്സ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ PYQ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറേ ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട. ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. ആ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദിവസവും ലൈവിൽ പങ്കെടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും ആ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പോൾ ലൈവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ലൈവിൽ വരും വേണം, ക്യാമറ ഓൺ ചെയ്ത് ആക്റ്റീവായിട്ട് ഇരിക്കും വേണം, നിർബന്ധമാണ്. ഓക്കെ, എന്നാലേ പഠിക്കുകയുള്ളൂ. ലൈവിൽ തന്നെ വരിക. ഏതെങ്കിലും ദിവസം ലൈവ് കാണാൻ പറ്റാതിരുന്നാൽ കാണാനും പിന്നെ റിവിഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ റെക്കോർഡഡ് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആപ്പിനകത്ത് ഇട്ട് തരുന്നത്. അതുപോലെ തന്നെ ഓഡിയോ റിവിഷൻ നമ്മൾ ഈയിടെ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഫീച്ചറാണത്. ഒരു ലെസൻ്റെ ഓഡിയോ ലെസൺ മലയാളത്തിൽ കഥ പറഞ്ഞു തരുന്നത് പോലെ ആ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. കണ്ണടച്ചിരുന്ന് കേട്ടാൽ മതി. യാത്ര ചെയ്യുന്ന സമയത്ത്, ജോലി എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് കേട്ട് നോക്കാം. ടെക്സ്റ്റ് ലെസൺ, ആ വീഡിയോയിൽ നമ്മൾ ആ ലൈവ് ലെസണിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് എന്തൊക്കെയാണോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ലെസൺ നിങ്ങൾക്ക് തരും. അത് നോക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാനും ഒക്കെ കഴിയും. പഠിച്ചിട്ട് വന്നാൽ മതി പിറ്റേ ദിവസത്തെ ലൈവിന്. അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ക്വിസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഇവാലുവേഷൻ ഉണ്ടാവും. കാരണം ഓരോ കുട്ടിയെയും ഞാൻ പരിചയപ്പെടും. ഓരോ കുട്ടി ഏത് ലെവലിൽ നിൽക്കുന്നു എന്ന് എനിക്ക് അറിയണം. ചിലപ്പോൾ അവരെ ഫോണിൽ വിളിക്കുകയും ചെയ്യും. ഞാൻ പിന്നോട്ട് പോകാനോ ഉഴപ്പാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ അവരെ ഇവാലുവേഷൻ നടത്തും. പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കും. വീക്കിലി നമ്മൾ എക്സാം നടത്തി ഇവാലുവേഷൻ നടത്തും. മന്ത്ലി അവരുടെ പുരോഗതി അറിയുന്നതിന് വേണ്ടിയിട്ട് എക്സാം നടത്തി നിരന്തരമായിട്ട് അതിൽ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അതുപോലെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ്, സ്റ്റഡി സർക്കിൾ എന്ന പേരിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളുണ്ടാക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സജീവമായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക, ഇന്നലത്തെ ലൈവ് ക്ലാസ്സിലുണ്ടായ സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി സർക്കിളിൽ നിങ്ങളെ അംഗങ്ങളാക്കി മാറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് കോഴ്സ് സൈക്കിൾ ആൻഡ് സ്ട്രാറ്റജി. നമ്മൾ ശരിക്കും പറഞ്ഞ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈ 16-ാം തീയതി ആരംഭിക്കുന്നത് നമ്മൾ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഹൈഡ്രോളിക്സ് നീറ്റായി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഈ 16-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക്. അവർക്ക് ഹൈഡ്രോളിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് എന്നാണോ തുടങ്ങുന്നത് അന്നായിരിക്കും നമ്മുടെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. 3ാമത്തെ സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു സബ്ജക്റ്റ് കഴിയുമ്പോഴായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ കോഴ്സിന് അവസാനമില്ല. ഇത് സൈക്കിളിക്കാണ്, ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഏകദേശം 1 വർഷം മുതൽ 1.5 വർഷം വരെ സമയമെടുത്തുകൊണ്ടായിരിക്കും നമ്മളൊരു സൈക്കിൾ പൂർത്തീകരിക്കുക. കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോ ബാച്ചിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുത്ത് തീർക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോവുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. 1 വർഷം മിനിമം എന്തായാലും എടുക്കും. ചിലപ്പോഴത് സിലബസ് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ അഡീഷണൽ സിലബസ് കയറി വന്നേക്കാം. അതുപോലെ ചിലർ കുറച്ച് പുറകിലാവും, അവരെ വീണ്ടും പഠിപ്പിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 1 വർഷം മുതൽ 1.5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും ഈ കോഴ്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർക്കാൻ വേണ്ടി നമ്മൾ വേഗം തീർക്കില്ല. തൊട്ടടുത്ത് വരുന്ന എക്സാമിനെ പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും വരണ്ട. 2027 നിർബന്ധമായും ജോലിക്ക് കയറണം ഓവർസിയറായിട്ട് എന്നുള്ളവർ മാത്രം വന്നാൽ മതി. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ 12 മാസം കൊണ്ട് കോഴ്സ് അവസാനിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ചിലപ്പോൾ അത് 18 മാസം വരെ, ചിലപ്പോൾ അത് നീണ്ടു നിന്നേക്കാം. നമ്മുടെ ഫീ സ്ട്രക്ചർ വരുന്ന മന്ത്ലിയാണ്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവായിരിക്കുന്നിടത്തോളം മന്ത്ലി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ആ മാസം നിങ്ങൾക്ക് ക്ലാസ് കാണാം എന്നുള്ളതാണ്. ചിലപ്പോൾ 1 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടി വരും. അപ്പോൾ 12,000 രൂപ അടയ്ക്കേണ്ടി വരും. ഒരു മാസമായിട്ടാണ് അടയ്ക്കുക. 1000 രൂപ വെച്ച്. കോഴ്സ് എക്സ്പയർഡ് ആകാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴ്സ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് റിന്യൂ ചെയ്യുക, അടുത്ത മാസത്തേക്ക് റിന്യൂ ചെയ്യുക, അടുത്ത മാസത്തേക്ക് റിന്യൂ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക.
1 വർഷം, ചിലപ്പോൾ 1.5 വർഷം വരെ നീണ്ടു നിന്നേക്കാം. നിങ്ങൾക്ക് അതിന് ശേഷവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അടുത്ത സൈക്കിൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. മന്ത്ലിയാണ് ഫീസ്. ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്ക് 1000 രൂപ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. 30 ദിവസം 1000 രൂപ എന്ന് പറയുന്നതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവമൊന്നുമല്ല. ചെറിയ കുട്ടികൾക്ക് ട്യൂഷന് പോകുമ്പോൾ പോലും ആ പൈസ കൊടുക്കണം, അല്ലേ? നമ്മളൊരു ജിമ്മിന് പോകുന്ന ഒരാൾക്ക് ആ പൈസ കൊടുക്കണം. എന്ത് കാര്യം, ഇപ്പോൾ ചായ കുടിക്കുകയാണെന്ന് ഒരു ദിവസം ചായ കുടിക്കുകയാണെങ്കിൽ 25 രൂപയെങ്കിലും ചുരുങ്ങിയത് വേണം, 30 രൂപയെങ്കിലും വേണം. രാവിലെയും വൈകിട്ടും കുടിക്കുന്നവരുടെ കാര്യം പറയാൻ വേണ്ട. ആ പൈസ തന്നെ ഇത് വരുള്ളൂ. 33 രൂപയെ വരുള്ളൂ ആകെ ഒരു ദിവസം. അപ്പോൾ അതൊരു നിക്ഷേപമായിട്ട് കാണുക, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാനായിട്ട്. അല്ലാതെ മാസം 1000 രൂപ വലിയൊരു സംഭവമായിട്ട് കാണരുത്. കാരണം നമുക്കും ചിലവുകളുണ്ട്. അത് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീ ഇല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ കുറഞ്ഞ ഫീയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. നല്ല രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഓക്കെ, ഇനി അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ് 1000 രൂപ വെച്ച് നിങ്ങൾക്ക് അടച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മെമ്പർഷിപ്പ് പ്ലാൻ ഇങ്ങനെ പുതുക്കി നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും. അതിനുള്ള എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും ഇതിനകത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ബാച്ച് 1 അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. 16-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച സമയമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെടുക, കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യത്തെ സബ്ജക്റ്റ് ഹൈഡ്രോളിക്സ് ആണ്. നമ്മൾ ബിടെക്കുകാരൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് ITI ലെവലിൽ നമ്മൾ ഹൈഡ്രോളിക്സ് എന്നാണ് പറയുക. അപ്പോൾ ITIക്കാർക്ക് എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യാം, ഫ്രഷേഴ്സിന് ജോയിൻ ചെയ്യാം, റിവിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം, ഇതിന് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഡിപ്ലോമക്കാരും ബിടെക്കുകാരും വരെ ഇതിനകത്ത് ജോയിൻ ചെയ്യും. കാരണം ഓവർസിയർ ലെവൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ടാവും. ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്കിത് ഇൻട്രാക്റ്റീവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ കോഴ്സ് നമ്മുടെ എല്ലാ ഡയമണ്ട് പ്ലാനുകളിലും അവൈലബിൾ ആണ് കേട്ടോ. ITI ഡയമണ്ട് പ്ലാൻ, ഡിപ്ലോമ ഡയമണ്ട് പ്ലാൻ, ബിടെക് ഡയമണ്ട് പ്ലാൻ, ഇതിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനകത്തുള്ളവർ വീണ്ടും ഇത് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡയമണ്ട് പ്ലാനിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു എക്സ്ട്രാ ഫീച്ചറായിട്ട് ഇത് മാറും. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഡയമണ്ട് പ്ലാൻ തന്നെ എടുത്തോളൂ. അപ്പോൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുമെന്നുള്ളത് അതിൻ്റെ ഒരു ഗുണമായിരിക്കും. ചെറിയ പ്ലാനുകളിലുള്ളവരൊക്കെ ഡയമണ്ട് പ്ലാനുകളിലേക്ക് മാറിക്കോളും. ഈ ഏപ്രിൽ 1 തൊട്ട് ഫീ വർധനവുണ്ട് എന്നുള്ളത് കൊണ്ട് മാർച്ച് 31 മുമ്പ് തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഫീ തന്നെ 1 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് കഴിയും. കോഴ്സ് ആക്റ്റീവ് ആയിരിക്കണം എന്ന് മാത്രം. കോഴ്സ് എക്സ്പയർഡ് ആവരുത്. റിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിലവിലുള്ള ഫീൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് 1 വർഷത്തേക്ക് പോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്ലാനുകളിലുള്ളവരൊക്കെ ഡയമണ്ട് പ്ലാനുകളിലേക്ക് മാറുന്നത് നന്നായിരിക്കും. ഇനി അതല്ല ലൈവ് ക്ലാസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് മന്ത്ലി 1000 രൂപ എന്നുള്ള രീതിയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കുക. എന്തെങ്കിലും ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ വയ്ക്കുന്നുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോവുകയാണ്. 16-ാം തീയതി തിങ്കളാഴ്ച മുതൽ എല്ലാ ITIക്കാർ, സിവിൽ കഴിഞ്ഞ ITIക്കാർ, അതുപോലെ ഡിപ്ലോമക്കാരും ബിടെക്കാരും ഒക്കെ ഓവർസിയർ ലെവൽ എക്സാമുകൾക്ക് താല്പര്യമുള്ളവർ, ഫസ്റ്റ് ഗ്രേഡ് ഇല്ല, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് താല്പര്യമുള്ളവരൊക്കെ തന്നെ എന്നോടൊപ്പം ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സംശയിക്കൊന്നും വേണ്ട. ഇതിനേക്കാളും നല്ലത് ഇനി വേറെ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. സമയമില്ല, 16-ാം തീയതി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്ത് നമ്മൾ 2027 നമുക്ക് ജോലിക്ക് കയറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. 2026 2027 അതിന് തയ്യാറുള്ളവരൊക്കെ വരിക. ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ വരുന്ന LSTD ഓവർസിയറിന് വേണ്ടിയിട്ടല്ല ഇത്. അതിന് വേറെ കോഴ്സ് ഉണ്ട്. ഇത് ദീർഘകാലമാണ്. 1 വർഷം മുതൽ 1.5 വർഷം വരെ വേണമെങ്കിൽ നീണ്ടുപോകാവുന്ന ഒരു കോഴ്സായിട്ട് തന്നെ കാണാം. നിരവധി പേര് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ ഇല്ലേ, ഡയമണ്ട് പ്ലാനിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്ത് എൻക്വയറിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അതിവേഗത്തിൽ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.